ഹായ് ഓൾ, വെൽക്കം ടു ഓൾ ചേച്ചീസ് ചാനൽ. ചേച്ചീൻ്റെ ചാനലാണ്, പക്ഷേ ഞാൻ പിടിച്ച് വാങ്ങിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വയനാട്ടുകാരാണ്. ഉരുൾപൊട്ടലിൻ്റെ ഞെട്ടലും ഭീതിയും ഒക്കെ ഉൾക്കൊള്ളാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ എല്ലാവരും. ചേച്ചി എങ്ങനെ എത്ര മണിക്ക് ഉരുൾപൊട്ടൽ അറിഞ്ഞേ? ഞാനൊരു 5 മണിയായപ്പോൾ. ഉറക്കെ പറയും. 5 മണിയായപ്പം ആരെ വിളിച്ചു പറഞ്ഞേ? വിളിച്ചു പറഞ്ഞതല്ല, ഞാൻ മൊബൈൽ നോക്കി. ആണോ? 5 മണിക്ക് എങ്ങനെയാ സാധാരണ എണീറ്റിട്ട് മൊബൈൽ എണീക്കുന്ന പോലെ എണീറ്റതാണ്. മൊബൈൽ നോക്കി അപ്പാണ് അറിയുന്നത്. പിന്നെ അന്നേരത്തേക്കും കോളുകൾ വരാൻ തുടങ്ങി. പിന്നെ നമ്മളും എല്ലാവരെയും വിളിച്ചു നോക്കിയിട്ട് ചെയ്ത്. വയനാട്ടില് ഞങ്ങള് ഈ ദുരന്തം നടന്ന സ്ഥലത്തിന്റെ ആദ്യം വിളിച്ചത് നിന്നെ. എന്നെ വിളിച്ച ചേച്ചി. അതല്ല, ഞാൻ പറയട്ടെ, ഞങ്ങൾ വയനാട് ഈ ഒരു സംഭവം നടന്നതിന്റെ തൊട്ടടുത്തല്ലെങ്കിലും കുറച്ച് എത്ര കിലോമീറ്റർ ഉണ്ടാവും ചേച്ചി നമ്മളെ ഇവിടുന്ന് ചുരൽമലയ്ക്ക്? ഒരു 25 കിലോമീറ്റർ ഇപ്പുറമാണെങ്കിലും നമ്മളെ പരിസര പ്രദേശത്തുള്ള ഒരുപാട് പേര് അവിടെ താമസിക്കുന്നുണ്ട്. അറിയുന്നവർ ഒരുപാട് പേരുണ്ട്. ചേച്ചീൻ്റെ അയൽവാസികൾ, തൊട്ട വീടിൻ്റെ അടുത്തുനിന്ന് കല്യാണം കഴിച്ച് കെട്ടിച്ച് വിട്ട കുറേ ആളുകളും ചൂരൽമലയാണ്. അങ്ങനെ ആ സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ചേച്ചി എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ സമയത്ത് അവർ ഫോണിൽ വിളിച്ചു. ഞങ്ങൾ രണ്ടാളും അടുത്തടുത്ത വീടും ഒരേ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നതുമാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോഴേ ഈ ഒരു സംഭവം നടന്നതെന്ന് ന്യൂസിലും അപ്പോഴേക്കും സ്പ്രെഡായല്ലോ. ആ സമയത്ത് ചേച്ചീൻ്റെ നെയ്ബറിനെ, അതായത് ഇവിടെ ചുരൽമല താമസിക്കുന്ന ആളെ വിളിച്ചു നോക്കി ഫോണിൽ, അവരെ ഓർത്തപ്പോൾ. അപ്പോൾ അവരെ വിളിച്ചപ്പോൾ ഉണ്ടായ സംഭവം എന്താണെന്ന് ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരാം കേട്ടോ. അവർ വിളിച്ചു. അപ്പോൾ അവർക്ക് വർത്താനം പറയാൻ പോലും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ അവർ വിളിച്ച സമയത്ത് എവിടെയായിരുന്നു ഉള്ളത്? ഒരു കുന്നിൻ്റെ മുകളിൽ. സേഫ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. അല്ല, ഏത് നിമിഷവും പൊട്ടി വീഴാൻ പാകത്തിന് നിൽക്കുന്ന ഒരു മലയിലാണ് ഞങ്ങൾ ഉള്ളതെന്ന് പറഞ്ഞത്. അത് ആരൊക്കെയായിരുന്നുള്ള? ഹസ്ബൻഡും ആ ചേച്ചിയും അതിൻ്റെ ഹസ്ബൻഡും മോനുമാണുള്ളത്. അതുപോലെ കുറേ ഫാമിലികളുണ്ട്. പക്ഷെ അവരെ അമ്മേനെയും അമ്മാവനും അങ്ങനെ ഉള്ളവരൊന്നും കാണുന്നില്ല എന്നൊന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു ആ സമയത്ത്. പിന്നീട് നമ്മൾ അറിഞ്ഞത് എന്താ, പിന്നീട് അവരാകെ നമ്മളോടാണെങ്കിലും അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞങ്ങൾ സംസാരിച്ച സമയത്ത് ഏതെങ്കിലും ഈ രക്ഷാപ്രവർത്തകരോടൊന്ന് പറയുമോ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്ന്. അവരാരോടൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്ക് അറിയില്ല ഇത് രക്ഷാപ്രവർത്തകർ അറിഞ്ഞിട്ടുണ്ടോ, അവരെ രക്ഷിക്കാൻ വരുമോ. രാത്രി 2 മണി മുതൽ നേരം വെളുക്കുന്ന 6 മണി വരെ അവർ ആ കുന്നിൻ്റെ മേലെ നിൽക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതെങ്കിലും ഒരു രക്ഷാപ്രവർത്തകർ വന്നിട്ട് രക്ഷിക്കുകയാണെങ്കിൽ. ഫോൺ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആരും അവിടെ എത്തിയിട്ടില്ല. ആ സമയത്ത് അവർ വിളിച്ചിട്ടുണ്ട്, പക്ഷെ ആർക്കും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് എത്താൻ പറ്റിയിട്ടില്ല. ഈ ഉരുള് കണ്ണ് കാണൂല. പിന്നെ ഉരുള് ഒരുപാട് തേയിലയും അതുപോലെ തന്നെ പാറയും ഇതിൻ്റെ കൂടെ ചെളിയൊക്കെ നിറഞ്ഞൊഴുകി വന്നപ്പോൾ ചെളി ഒഴുകി വന്ന സമയത്തെ ഈ ചെളി ഇങ്ങനെ ചതുപ്പായിട്ട് നിൽക്കുക. അതിലേക്ക് ആളുകൾ താഴ്ന്നു പോകുന്നൊരു സംഭവം. അതുകൊണ്ടാണ് രക്ഷപ്പെടുത്താൻ പറ്റാണ്ടായത്. പിന്നെ എപ്പോഴാണ് അവർ രക്ഷപ്പെട്ടെ? അന്ന് നേരം വെളുത്ത് ആൾക്കാരവിടെ ഉണ്ട് എന്ന് അറിഞ്ഞെങ്കിലും ഒരുപാട് നേരം കഴിഞ്ഞിട്ട് അവർക്കൊരു കുടിവെള്ളം വരെ കിട്ടിയത്. ഭക്ഷണമൊന്നും ഇല്ലാതെ ചെറിയ കുഞ്ഞു കുട്ടികൾ വരെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ രക്ഷാപ്രവർത്തകർ അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞ് പിന്നെ റോപ്പ് വഴി എന്തോ പഴം വെള്ളം അങ്ങനെയൊക്കെ എത്തിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെ ഫാമിലി സേഫാന്നൊക്കെ അറിഞ്ഞപ്പോഴാണ് അവരെ അമ്മയും അല്ലേ, ആ ചേട്ടന്റെ അമ്മയും അമ്മാവയും ഫാമിലിയൊക്കെ പോയി. 6 മണിക്ക് ശേഷം അവര് നോക്കിക്കഴിയുമ്പോ അവര് താമസിച്ച ആ സ്ഥലേ അല്ല. സ്ഥലം അവര് വീട്, അവർക്ക് ഇപ്പോഴും അവര് വീട് എവിടെയാ ഉണ്ടാകുന്ന ഒരു തറവാട്. അവര് വീടെന്ന് വെച്ചാൽ ഒരു സേഫ് അല്ലാത്തൊരു രീതിയിൽ നിൽക്കുന്നുണ്ട്. മറ്റേത് അവരെ തറവാട് വീട് ഒന്നും കാണുന്നില്ല. ആ വീട് എവിടെയാന്നും കൂടി അവർക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു സ്ഥിതി. മൊത്തം പാറക്കല്ലുകളും മരങ്ങളൊക്കെ വന്നടിഞ്ഞ് ചതുപ്പായി കിടക്കും. ഇപ്പൊ ഒരു സേഫാണ്. ഇപ്പൊ ഒരു ക്യാമ്പിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ഞാനാണെങ്കിൽ പെട്ടെന്നാണ് ഇങ്ങനെ ഈ സംഭവ സമയത്തൊക്കെ അറിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴാണ്
എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടല്ലോ, നമ്മൾ ബേക്കിംഗ് ആണ് ഞാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പം ബേക്കിംഗ് ഫീൽഡിൽ പരിചയപ്പെട്ടൊരു ഫ്രണ്ട് ഉണ്ട്, ബേക്കിങ്ങിൻ്റെ ഡൗട്ടുകളൊക്കെ ചോദിച്ചിട്ടൊക്കെ വിളിക്കുന്ന ഒരാൾ. മുണ്ടക്കൈയാണ് വീട് എന്ന് എന്നോട് പറഞ്ഞിരുന്നു. അടുത്ത കാലത്ത് പരിചയപ്പെട്ടതാണ്, കഴിഞ്ഞ ഡിസംബറിൽ പരിചയപ്പെട്ടതാണ്. അപ്പം ഞാൻ മൊബൈലിൽ മെസ്സേജ് ഇട്ട് നോക്കി വാട്സപ്പിൽ, സേഫ് ആണോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ സേഫ് ആണോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ഇട്ടപ്പോഴാണ് ഒറ്റ ടിക്കിലാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് പിന്നെ കറണ്ടൊന്നും ഇല്ലല്ലോ, ചാർജ് പോയിട്ടുണ്ടാകും, ചിലപ്പോൾ ഫോണിട്ട് എറിഞ്ഞ് ഓടിയിട്ടുണ്ടാകും. എങ്ങനെ അവിടുന്ന് ഓടിയതെന്ന് പറയാൻ പറ്റില്ലല്ലോ. എല്ലാവരും കുറേ ആളുകളുണ്ട്, അവരൊക്കെ വിളിച്ചപ്പോൾ പലരും വിളിച്ച് ഓടിപ്പോയിട്ടുണ്ട്. അതുപോലെ ഇട്ടെറിഞ്ഞ് ഓടിയിട്ടുണ്ടാവുന്നു. പോകുന്ന ആൾക്കാരല്ലേ അവരൊക്കെ 2 ദിവസമായിട്ട് വൈദ്യുതി ഇല്ല. ഓൾറെഡി ഇല്ല. പിന്നെ ഇവർക്ക് കൈ ടോർച്ചിൽ ഒരൊറ്റ ടോർച്ചിലും ഇത് പറയട്ടെ, എന്നിട്ട് പിന്നെ പോയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ച്. അങ്ങനെ ഉച്ചയായി, ഉച്ചേൻ്റെ ശേഷം ആയപ്പോഴൊക്കെ ഞാൻ ഇതിനെ വിളിച്ചു നോക്കുന്നുണ്ട്, ഫോൺ സ്വിച്ച് ഓഫാണ്. ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്ന് തന്നെ എനിക്ക് ആ സമയത്തൊക്കെ തോന്നി. പക്ഷേ ആ സമയം ഉച്ചയായപ്പോൾ നമ്മളെ ബേക്കിംഗ് ഗ്രൂപ്പിൽ, ഓൾ വയനാട് ബേക്കിംഗ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നോക്കുന്ന സമയത്ത് ഇവരെ ഫാമിലി മിസ്സിങ് ആണെന്ന് പറഞ്ഞു. ഇപ്പോഴും എനിക്ക് തോന്നുന്നു പിന്നെ 2 ആളെ കിട്ടിയിട്ടുള്ളൂ, ഈ ഹോം ബേക്കറെയും പിന്നെ അവരെ ഒരു കുട്ടീനെയും. ഹസ്ബൻഡിൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും വേറെ 2 ആൺകുട്ടികളെയും കിട്ടിയിട്ടില്ല. അപ്പം ഇത്ര വലിയ ദുരന്തമാണ് ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നുള്ളത്. അതിൻ്റെ ഷോക്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വയനാട്ടുകാരും ഇതുവരെ മുക്തരായിട്ടില്ല. നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുക, കാരണം എൻ്റെ മോന്, ഞാൻ, ഉമ്മ എല്ലാവരും ഓരോ റൂമിൽ സെപ്പറേറ്റായിട്ട് കിടക്കുന്ന. ഞാൻ കിടന്നു കഴിഞ്ഞതിൻ്റെ ശേഷം ചിന്തിച്ച് അപ്പുറത്തെ റൂമിലുള്ളവരൊരു നിമിഷം നമ്മളെ കൺമുന്നിൽ കൂടെ ഒഴുകിപ്പോയാലുള്ളൊരവസ്ഥ, എൻ്റെ മോന് എൻ്റെ മുമ്പിൽ കൂടെ പോയാൽ ഉണ്ടാവുന്ന ഭീകരത ഓർത്തിട്ട് ഭയമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ വിംസ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ ഫസ്റ്റിന് ഒരാളെ കണ്ട സമയത്ത് തല പൊട്ടിയിട്ട് പിന്നെ ഈ കണ്ണ് മൊത്തം കെട്ടി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ കെട്ടിച്ചിട്ട് മൂക്കും ഒരു കണ്ണും ചുണ്ടും കാണാം. അതന്നെ ഇങ്ങനെ അടിച്ചു പോയിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് നീര് വെച്ചിട്ട്. അങ്ങനെ ഞാൻ അവരടുത്ത് പോയിട്ട് ഞാൻ അവരടുത്തൊന്നും ചോദിച്ചില്ല, തൊട്ടിപ്പുറത്തെ ബെഡിലുള്ള ആളടുത്ത് ചോദിച്ചു ഇവരതിൽ പെട്ടതാണോ എന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് 9 അംഗങ്ങളുള്ള വീട്ടിൽ ഈ ഒരാൾ മാത്രമാണ് ബാക്കിയായത്, ബാക്കി എല്ലാവരും മരണപ്പെട്ടിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ഞാൻ സത്യമായിട്ടും ഞാൻ ചിന്തിച്ചത് എന്തിനാ റബ്ബേ ബാക്കിയാക്കിയെന്ന് എനിക്ക്. കാരണം ഈ ആള് അപ്പം അറിഞ്ഞിട്ടേ ഇല്ല. പിന്നെ ICUന്ന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഡയറക്റ്റ് വാർഡിൽ കൊണ്ടുപോയി കിടത്തിയിട്ടുള്ളൂ. ഫാമിലിയിലുള്ളവരൊക്കെ വേറെ ഏതെങ്കിലും വാർഡിലോ എവിടെയെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഓർത്തിട്ടാണ് ആ പാവം അവിടെ കിടക്കുന്നത്. ഒരാൾ പോലും മരിച്ചത് അറിഞ്ഞിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പോഴത്തെ ഈ വയനാട്ടുകാരുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിന്ന് എനിക്കറിയില്ല, ആ ഭാഗത്തുള്ള ആളുകളൊക്കെ ഇതിന്ന് കയറും. ജനങ്ങളെല്ലാവരും കൈകോർത്ത് പിടിച്ചിട്ട് പിന്നെ അവരെ സേഫ് ആക്കിയാലും മാനസികമായിട്ട് എത്ര കൗൺസിലിംഗ് കൊടുത്താലും ഇത് എങ്ങനെ മാറും? നമ്മളെ കുടുംബത്തിൽ ഒരാൾക്ക് പെട്ടെന്നൊരു മരണം ഉണ്ടായാൽ നമ്മൾ മരിക്കുന്നവരെ അതുകൊണ്ട് നമ്മൾ ജീവിക്കും. അങ്ങനത്തെ ഒരു കൂട്ടുകാർ, നാട്ടുകാർ, വീട്ടുകാർ, വീട്, നാട്, സ്കൂള്, പള്ളി, അമ്പലം എന്ന് പറയുന്ന കുഞ്ഞത് മുതലുള്ള ഓർമ്മകൾ മൊത്തം ഒറ്റൊരു ഉറക്കെണീറ്റപ്പോഴേക്കും മൊത്തം ഒലിച്ചു പോയി. അത് എന്തായിരിക്കും എന്നറിയില്ല. ഒരമ്മ ആനേൻ്റെ കഥ പറയുന്ന കേട്ടില്ലേ, ആന കാവൽ നിന്നൊക്കെ. കുറേ ആളുകൾ ഇപ്പോൾ പറയുന്നുണ്ട് ആന കരയൊന്നുമില്ല, ആനക്ക് കണ്ണീർ ഗ്രന്ഥിയില്ല. സംഭവം ശരിയായിരിക്കും, പക്ഷേ അവരെ ആ സമയത്ത് അവർക്കത് എങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതൊക്കെ അത്ര വലിയ, കാരണം ആനയൊക്കെ പേടിച്ചിട്ടുണ്ടാവും ഭയം കൊണ്ടേ. അത്ര വലിയ സൗണ്ടും കാര്യങ്ങളും, ആനയും മനുഷ്യരും ഒക്കെ ഒരേപോലെ നിസ്സഹായ അവസ്ഥയാണ് അപ്പം ഉണ്ടായിട്ടുണ്ടാവുക. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഞങ്ങളെ നാട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ചേച്ചി ഫ്രണ്ടിൽ നമ്മൾ ഷോപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആളില്ലാത്ത സമയത്ത് ഞങ്ങളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു ഞാൻ. അപ്പോൾ ചേച്ചിയിൽ ആഡായതാണ്. ആൾ വന്നപ്പോൾ ചേച്ചി നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ ചാനലിൽ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾ കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ എനിക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ചാനലുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്നത് ശരിയില്ല, എന്നാലും ഞാൻ ഹോം ബേക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ബേക്കിങ് താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലും കയറി കാണാം. റിസ്വാന മുത്തലിബ് വയനാട് എന്നുള്ളൊരു ചാനലാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.